ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമല്ലേ? അപ്പോൾ ഇതാണ് വിവോയുടെ ഏറ്റവും പുതിയ മോഡലായിട്ടുള്ള വിവോ T2x 5G എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത്. ഒരു 12,000-13,000 രൂപ പ്രൈസിലാണ് ഈ ഫോൺ ഇറങ്ങുന്നത്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിനകത്ത് ഞാൻ ഏറ്റവും അധികം പേഴ്സണലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സ്മാർട്ട് ഫോണാണ് എന്ന് പറയുന്നത്. ഈ ഫോണിന് പറയത്തക്ക ഗംഭീര ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നുമില്ല, എന്നാൽ കൂടി ഈ ഒരു പ്രൈസ് റേഞ്ചിനകത്ത് കിട്ടുന്നതിൽ ഒരു ട്രൂ വാല്യൂ ഫോർ മണി പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റിയ നല്ലൊരു മോഡലാണ് എന്ന് പറയുന്നത്. നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ വിവോ T2x 5G എന്ന സ്മാർട്ട് ഫോണിന്റെ ഡീറ്റെയിൽ ആയിട്ട് അൺബോക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിനകത്ത് ഈ ഫോണിൽ എന്തൊക്കെ കിട്ടുന്നുണ്ട് എന്ന കാര്യം പരിശോധിക്കാം. പിന്നെ മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിനകത്ത് 128GB സ്റ്റോറേജ് കിട്ടുന്നുണ്ട്. 5G റെഡി ആയിട്ടുള്ള സ്മാർട്ട് ഫോണാണ്. നമ്മൾ ഇനി 5G ഫോൺ എടുത്താൽ മതി. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, നിങ്ങൾ എപ്പോഴും ഇനി ഫോൺ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ 5G മാത്രം എടുക്കുക. കാരണം ഒരു 10,000 രൂപ താഴേക്ക് ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ അതിനേക്കാൾ മുകളിലേക്ക് കുറച്ച് നല്ല ഫോണൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ മാക്സിമം 5G എടുക്കുക. കാരണം നമ്മുടെ ചുറ്റുപാട് എല്ലാവർക്കും 5G എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇനി ഒരിക്കലും നിങ്ങൾ പരമാവധി 4G ഫോൺ എടുക്കാണ്ടിരിക്കുക, 5G എടുക്കുക എപ്പോഴും. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിനകത്ത് നമുക്ക് 5G കിട്ടുന്നുണ്ട്. പിന്നെ നല്ല ഭംഗിയുള്ള ഡിസൈനാണ്. പിന്നെ വിവോ ആണ്. വിവോ ആയതുകൊണ്ട് തന്നെ മറ്റേ മദർ ബോർഡ് ഇഷ്യൂസ് കാര്യങ്ങളൊന്നും വരുന്നില്ല എന്ന് പ്രതീക്ഷിക്കാം. ഒരു 2-3 കൊല്ലമൊക്കെ അടിച്ച് പൊളിച്ച് ഉപയോഗിക്കാൻ പറ്റും എന്നൊരു പ്രതീക്ഷ ഇതിനകത്തുണ്ട്. പിന്നെ നല്ല ഡിസൈനാണ്, നല്ല ബാറ്ററി ബാക്കപ്പ്, 5000 mAh ബാറ്ററിയും, ബാക്ക് ക്യാമറ നല്ലതാണ്. പിന്നെ 5G റെഡിയാണ്, നല്ല പ്രോസസ്സറാണ്, നല്ല പെർഫോമൻസ് ഉണ്ട്. അങ്ങനെയൊക്കെ ഒരു മൊത്തത്തിലെല്ലാം കൊണ്ടും നല്ലൊരു ഫോണാണ് ഇതെന്ന് പറയുന്നത്. പിന്നെ ഇത് ഓഫ്ലൈൻ പ്രൊഡക്റ്റ് അല്ല, വിവോ ആയതുകൊണ്ട് ഇപ്പോൾ നമ്മളെ ചാടിക്കയറി അടുത്തുള്ള കടകളിലൊന്നും പോയി ചിലപ്പോൾ ഈ ഫോൺ കിട്ടിയെന്ന് വരില്ല. ഇത് T സീരീസ് ആണ്. T സീരീസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഓൺലൈൻ സെയിലാണ്. ഈ ഷോപ്പിനകത്ത് നന്ദിലത്ത് ജി മൊബൈൽസ്, അതുപോലെ ക്രോമ, അങ്ങനത്തെ കുറച്ച് ഷോപ്പുകളിലൊക്കെയാണ് ഈ ഫോൺ സ്റ്റോക്ക് കണ്ടത്. പിന്നെ പ്രധാനമായിട്ടും ഇത് ഫ്ലിപ്കാർട്ട് ആപ്പ് വഴിയാണ് സെയിൽ നടക്കുന്നത്. സ്റ്റോറിൽ കിട്ടുമായിരിക്കും, പക്ഷേ റേറ്റ് എങ്ങനെയാണെന്ന് അറിയില്ല. കാരണം ഓൺലൈൻ പ്രൈസിന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോ, കൂടുതലാണെന്നുണ്ടെങ്കിൽ ഓൺലൈൻ വാങ്ങിക്കായിരിക്കും നല്ലത്. എന്തായാലും ഈ ഒരു പ്രൈസ് റേഞ്ചിനകത്ത് ഇത് നല്ലൊരു ഫോണാണ്. ബാക്കി ഈ ഫോണിന്റെ കാര്യങ്ങൾ നമുക്ക് അൺബോക്സിങ് ചെയ്യുമ്പോൾ ഈ ഫോണിന്റെ കുറവുകളും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പരിശോധിക്കാം. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ, സപ്പോർട്ട് ചെയ്യും പ്ലീസ്. അപ്പോൾ ഇതാണ് വിവോ T2x എന്ന് പറയുന്ന സ്മാർട്ട് ഫോണിന്റെ ബോക്സ് എന്ന് പറയുന്നത്. ബോക്സിന് മുകളിലായിട്ട് T2x 5G എന്ന് കൊടുത്തിട്ടുണ്ട്. താഴെ വിവോയുടെ ഒരു ലോഗോ ഇവിടെ കൊടുക്കുന്നുണ്ട്. പിന്നെ വേറെ സൈഡിലൊന്നും വേറെ എഴുതിയിട്ടില്ല. ബാക്ക് സൈഡിൽ എക്സ്റ്റൻഡഡ് റാം 3.0 എന്ന് കൊടുത്തിട്ടുണ്ട്. 50 മെഗാപിക്സലിന്റെ മെയിൻ റിയർ ക്യാമറ ആണെന്ന് കൊടുത്തിട്ടുണ്ട്. 5000 mAh ബാറ്ററി, പിന്നെ മെയ്ഡ് ഇന്ത്യ പ്രോഡക്റ്റ് ആണ്, അങ്ങനത്തെ ഡിജിറ്റൽ ഇന്ത്യയുടെ കുറച്ച് ലോഗോയും കാര്യങ്ങളും, പിന്നെ IM നമ്പർ കാര്യങ്ങൾ. പിന്നെ ഇത് 4GB റാം 128GB നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിന്റെ തന്നെ 8GB റാമും 128GB വരുന്നുണ്ട്. അതിന് 16,000 രൂപ, 15-16,000 രൂപ ആ പ്രൈസിലാണ് വരുന്നത്. 4GB 128 എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം 16,000 രൂപ പ്രൈസ് റേഞ്ചിനകത്ത് കുറച്ചുകൂടി നല്ല ഫോൺസ് വേറെ കിട്ടും. പിന്നെ നമുക്കിവിടെ ഫോണിനകത്ത് എന്തൊക്കെ കിട്ടുന്നുണ്ട്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വേറെ ഒന്നും ബോക്സും ഇല്ല. അപ്പോൾ നമുക്ക് മെയിൻ ബോക്സ് ഇത്തരത്തിൽ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. നമുക്കത് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് ബോക്സിനകത്ത് ഈ പറയുന്ന ഒരു ബാക്ക് പൗച്ച് കിട്ടുന്നുണ്ട്. നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള, നല്ല ക്ലിയർ ആയിട്ടുള്ള ബാക്ക് കേസ് കിട്ടുന്നുണ്ട്. എന്തായാലും ബാക്ക് പൗച്ച് തരുന്നുണ്ടല്ലോ, നല്ല കാര്യം. എന്തായാലും നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല ക്ലിയർ ഉണ്ട്. പക്ഷേ ഇത് കുറച്ച് നാൾ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കുറച്ച് ഒരു മാക്സിമം ഒരു 1 വീക്ക് 2 വീക്ക് കഴിഞ്ഞാൽ ഇത് കളർ മാറി ഒരു മഞ്ഞ കളറൊക്കെ ആവും. പിന്നെ നമുക്ക് ഒരു 18 വാട്ടിൻ്റെ ഒരു ചാർജിങ് അഡാപ്റ്റർ കിട്ടുന്നുണ്ട്. പിന്നെ Type C ചാർജിങ് കേബിളും കിട്ടുന്നുണ്ട്. നമുക്ക് ഈ ഫോൺ വാങ്ങിക്കുമ്പോൾ ബാക്ക് പൗച്ചും അതുപോലെ ചാർജറും ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊക്കെ മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാണ് സ്മാർട്ട് ഫോൺ. ഇങ്ങനെ പ്ലാസ്റ്റിക് കവറിനകത്താണ് ഈ ഫോൺ വരുന്നത്. ഇത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതാണ് വിവോ T2x 5G എന്ന സ്മാർട്ട് ഫോണിൻ്റെ ഒരു ഡിസൈൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഡിസൈൻ വൈസ് ഒന്നും പറയാനില്ല, നല്ല ഹൈ ക്വാളിറ്റി ഡിസൈൻ തന്നെ കിട്ടുന്നുണ്ട്. ഒന്നും പറയാനില്ല, നല്ലൊരു ഭംഗിയുള്ള ഡിസൈൻ തന്നെ കിട്ടുന്നത് കണ്ടോ. ആ ക്യാമറയുടെ ഭാഗമായാലും നമുക്ക് മുൻപത്തെ തന്നെ വിവോയുടെ Y16, Y22 പല മോഡലിനകത്തും കണ്ടിട്ടുള്ള ഒരു സെയിം ഡിസൈൻ തന്നെ വരുന്നത്. 2 വലിയ ക്യാമറകളും, പിന്നെ ഇത്തരത്തിലൊരു മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള ഒരു ബാക്ക് സൈഡും, പിന്നെ ഇവിടെ ഒരു ചെറിയ ഗ്ലോസി ഡിസൈൻ ആയിട്ടുള്ള ഒരു ഭാഗം വരുന്നത്. കളറിലാണ് ഈ ഫോൺ വരുന്നത്. ഒരു ഗോൾഡൻ കളറും പിന്നെ ഈ കളറും പിന്നെ ബ്ലാക്ക് കളറൊക്കെയാണ് വരുന്നത്. എനിക്ക് പേഴ്സണലി ഈ ഒരു കളർ ഇഷ്ടപ്പെട്ടത്. എന്തായാലും നന്നായിട്ട് കളറിലൊക്കെ എന്തിരിക്കുന്നു, നമ്മളൊരു ബാക്ക് പോച്ച് ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ കളറിൻ്റെ ഭംഗിയൊക്കെ പോകും. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ ഇതിൻ്റെ ബാക്ക് സൈഡ് ഗ്ലാസ് ബോഡിയാണെന്ന് തോന്നുന്നു, പക്ഷേ ഇത് പ്ലാസ്റ്റിക് ബോഡിയാണ് വരുന്നത്. ഇങ്ങനെ അമർത്തുമ്പോൾ അങ്ങനെ കുഴിഞ്ഞ് പോകണമെന്നില്ല, നല്ല ക്വാളിറ്റി തന്നെ, നല്ല ഫിറ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. കയ്യിൽ പിടിക്കുമ്പോൾ നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് കയ്യിൽ പിടിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടെ ഫ്ലാഷ് ലൈറ്റ് വരുന്നത്. പിന്നെ താഴെ ചെറുതായിട്ട് നൈസായിട്ട് വിവോയുടെ ഒരു ലോഗോയും കൊടുക്കുന്നുണ്ട്. സൈഡൊക്കെ ബോക്സ് ഡിസൈൻ വരുന്നത്. ഇപ്പോൾ ഇവിടുത്തെ എല്ലാ ഫോൺസും ബോക്സ് ഡിസൈൻ വരുന്നത്. കുറേ പേര് നമുക്ക് കമൻ്റായിട്ട് മെസ്സേജ് ഒക്കെ ഇട്ട് ചോദിക്കാറുണ്ട് ബോക്സ് ഡിസൈൻസ് ഉള്ള ഫോൺസ് ഏതൊക്കെയാണെന്ന്. എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഇറങ്ങുന്ന ഒരുവിധം 90% ഫോൺസും ഈ പറയുന്ന സൈഡ് ബോക്സ് ആയിട്ട് വരുന്ന ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഏത് ഫോൺ തരാനും കുഴപ്പമില്ല. താഴെ നോക്കുമ്പോൾ സ്പീക്കർ ഗ്രില്ല് വരുന്നുണ്ട്, Type C ചാർജിങ് പോർട്ട് വരുന്നുണ്ട്, മൈക്രോഫോണിൻ്റെ ഹോൾ വരുന്നുണ്ട്, 3.5mm ഓഡിയോ ജാക്ക് വരുന്നുണ്ട്. പിന്നെ മുകളിലായിട്ട് സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് വരുന്നുണ്ട്. പിന്നെ സിം കാർഡ് ഹോൾഡർ വരുന്നുണ്ട്. നമുക്ക് ഹൈബ്രിഡ് സ്ലോട്ടാണ് വരുന്നത്. വേണമെങ്കിൽ ഒരു മെമ്മറി കാർഡും ഇട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ സൈഡിലാണ് ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സ്കാനറൊക്കെ വരുന്നത്. പിന്നെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ കീകൾ വരുന്നുണ്ട്. ലെഫ്റ്റ് സൈഡ് ഫുൾ ക്ലീൻ ആണ്, ഒന്നുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഫോണിൻ്റെ ഡിസൈൻ വൈസ് പറയാനുള്ളത്. എന്തായാലും കയ്യിനകത്ത് പിടിക്കുമ്പോൾ നല്ലൊരു ഹൈ ക്വാളിറ്റി അല്ലെങ്കിൽ നല്ലൊരു കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് കയ്യിൽ പിടിക്കാൻ പറ്റുന്നുണ്ട്. ഒരു വലിയ ഒരു ഫോണാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
അത്യാവശ്യം വലിപ്പമുണ്ട്. ഒരു എബോവ് ആവറേജ് വലിപ്പം സൈസൊക്കെ ഉള്ള ഫോൺ തന്നെയാണ്. എന്തായാലും കൊള്ളാം. ഡിസൈൻ വൈസും കയ്യിൽ പിടിക്കുമ്പോൾ ഉള്ള ഒരു ഫീലും ഒക്കെ നന്നായിട്ടുണ്ട്. ഒരു 12,000-13,000 രൂപയുടെ ഫോണാണ് കയ്യിൽ പിടിക്കുന്നതെന്ന് നമുക്ക് എന്തായാലും തോന്നില്ല. നല്ലൊരു ഹൈ ക്വാളിറ്റി ഫീൽ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഫോൺ ഓൺ ആക്കി നോക്കാം. ഓക്കെ, ഇത് ഓൺ ആക്കുമ്പോൾ ഇവിടെ വിവോ 5G പവേർഡ് ബൈ ആൻഡ്രോയിഡ് എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ബാക്ക് സൈഡിൽ ഇതുപോലെ ഫിംഗർ പ്രിന്റ് ഒന്നും പറ്റി പിടിച്ചിരിക്കില്ല കേട്ടോ. നമ്മൾ അത്യാവശ്യം ഇപ്പോൾ ഇങ്ങനെ ഹെവി ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇല്ല, ഫിംഗർ പ്രിന്റോ വയർപ്പുകളൊന്നും പറ്റി പിടിക്കില്ല. എൻ്റെ കൈനകത്ത് കണ്ടോ നല്ല അഴുക്കുകളൊക്കെ ഉണ്ട്. നമ്മൾ മൊബൈൽ ടെക്നീഷ്യനാണ്, അപ്പോൾ ഈ ഗമ്മും ഫ്ലക്സും ഒക്കെ ആയിട്ട് കൈനകത്ത് ഉണ്ടായിരിക്കും. പക്ഷേ ഒന്നും ഇവിടെ പറ്റി പിടിച്ചിരിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ക്ലീൻ തന്നെയാണ്, ക്ലീൻ. അതെനിക്ക് ഇഷ്ടമായി. ഓക്കെ, നമ്മൾ ഫോൺ ഓൺ ആയിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ഫോൺ ഓൺ ആക്കി കുറച്ച് നേരം ഉപയോഗിച്ച് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത്. ഡിസ്പ്ലേ ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഞാൻ പൊക്കി പറയാൻ തോന്നരുത്, നല്ല ബ്രൈറ്റ്നസ്, ഭയങ്കര ക്വാളിറ്റി ഡിസ്പ്ലേ നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് അമോൾഡ് ഒന്നുമല്ല, പക്ഷേ ഭയങ്കര ക്വാളിറ്റി, നല്ല വെളിച്ചമുള്ള ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. എന്തായാലും ഔട്ട്ഡോർ വിസിബിലിറ്റി കാര്യങ്ങളൊന്നും ഒരു കുഴപ്പമുണ്ടാവില്ലെന്ന് അത്രയും 100% പറയാൻ പറ്റും. നല്ല ക്വാളിറ്റി, നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. ഞാൻ കുറച്ച് ബ്രൈറ്റ്നസ് കുറച്ചിട്ടെ. ഓക്കെ, നല്ല ഹൈ ക്വാളിറ്റി ഡിസ്പ്ലേ നമുക്ക് കിട്ടുന്നുണ്ട്. കളറുകളായാലും ഈ വാൾപേപ്പർ ആയാലും ഉൾപ്പെടെ എല്ലാം നല്ല ഭംഗി തന്നെ കിട്ടുന്നുണ്ട്. നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ എന്താ പറയുക, ഇതിനകത്ത് നോക്കുമ്പോൾ 60 ഹെർട്സ് വരുന്നുള്ളൂ. 90 ഹെർട്സ് കൊടുത്തിരുന്നെങ്കിൽ ഒന്നുകൂടി ബെറ്റർ ആയിരുന്നു. പിന്നെ 5G എല്ലാതും ഇതിനകത്ത് ഉള്ളത് കൊണ്ട് നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. എന്തായാലും 60 ഹെർട്സ് റിഫ്രഷ് റേറ്റ് വരുന്നത് എന്തായാലും ആ ഭാഗത്തൊന്നും കുഴപ്പമില്ല. പിന്നെ ഡിസ്പ്ലേനകത്ത് നോക്കുമ്പോൾ 1 2 3 4 5 6 7 8 9 അനാവശ്യമായിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഇതിനകത്ത് എക്സ്ട്രാ വരുന്നുണ്ട്. അത് പിന്നെ വിവോയുടെ ഫോണാണ്. വിവോയോ ഓപ്പോയോ റിയൽമിക്കൊക്കെ കുത്തി നിറച്ച് വരുന്ന സംഭവമാണ്. നമുക്ക് ഇതിനകത്ത് ആവശ്യമുള്ള ആപ്സ് യൂസ് ചെയ്യാം. സ്പോട്ടിഫൈ അങ്ങനത്തെ ആവശ്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. ഈ മോജ് ജോഷ് അങ്ങനത്തെ ആവശ്യമില്ലാത്ത ആപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞിട്ട് ക്ലീൻ ആക്കുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത്. അന്ന് ഹോട്ട് ആപ്സും ഹോട്ട് ഗെയിംസും ഒക്കെ സെറ്റിങ്സിനകത്ത് പോയിട്ട് ഡിസേബിൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ എന്താ പറയുക, അതിനകത്ത് വേറെ ഒന്നും പറയാനില്ല. ഡിസ്പ്ലേ നല്ല ക്വാളിറ്റി ഉണ്ട്, ഒന്നും പറയാനില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. താഴെ നോക്കുമ്പോൾ കുറച്ച് അത്യാവശ്യം വലിയ ഒരു ചിഹ്നമാണ് അടിയിൽ വരുന്നത്. സൈഡിലൊക്കെ സാധാരണ പോലുള്ള ഒരു മീഡിയം ഒരു ബെസൽസും കാര്യങ്ങളും വരുന്നുണ്ട്. മുകളിൽ നോച്ച് ഡിസ്പ്ലേ ആണ് വരുന്നത്. ഈ പറഞ്ഞ നോച്ച് ചിലർക്ക് ഇഷ്ടാവില്ല, ചിലർക്ക് കുഴപ്പമില്ല എന്ന് തോന്നും. എനിക്കൊന്നും വലിയ കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല. വളരെ ചെറിയൊരു നോച്ചാണ്, ചെറിയൊരു ഇങ്ങനെ ഒഴുകി ഇറങ്ങുന്ന പോലുള്ള വളരെ ചെറിയൊരു നോച്ച് ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിനകത്ത് ഇത് കുഴപ്പമില്ല. കാരണം ഇപ്പോൾ വരുന്ന 25,000 രൂപയുടെ ഫോണിനകത്ത് വരെ ഈ പറയുന്ന നോച്ച് ഡിസ്പ്ലേസ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന കാര്യങ്ങളുള്ളൂ. എന്തായാലും ഡിസ്പ്ലേ ഭാഗത്ത് ഞാൻ ഹാപ്പിയാണ്. നല്ലൊരു ഭംഗിയുണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ടെന്ന് എന്തായാലും പറയാം, ഉറപ്പായിട്ടും പറയാം. അത് നിങ്ങൾ നേരിട്ട് കാണുമ്പോൾ മനസ്സിലാവുള്ളൂ. നമ്മൾ ഈ വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്യുന്നത് നമ്മുടെ ഫോണിനകത്താണ്. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് എന്തോരം ക്വാളിറ്റി കിട്ടുന്നത് എനിക്കറിയില്ല. എന്തായാലും നേരിട്ട് കാണുമ്പോൾ നല്ലൊരു വെളിച്ചം വെട്ടമൊക്കെയുള്ള നല്ല ഒരു പ്രകാശഭരിതമായിട്ടുള്ള ഒരു ഡിസ്പ്ലേ നമുക്ക് കിട്ടുന്നുണ്ടെന്നുള്ളത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി സെറ്റിങ്സിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അബൌട്ട് ഫോണിനകത്ത് കയറി നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് വിവോ T2x 5G എന്ന് കൊടുക്കുന്നുണ്ട്. ഫൺ ടച്ച് OS 13 ഏറ്റവും പുതിയ ഫൺ ടച്ച് OSലാണ് ഫോൺ വരുന്നത്. ഏറ്റവും പുതിയ ആൻഡ്രോയിഡ് വേർഷൻ 13 ഏറ്റവും പുതിയ സോഫ്റ്റ്വെയറും ഏറ്റവും പുതിയ OS ഒക്കെ ആയിട്ട് വരുന്ന ഒരു മോഡലാണ്. 4GB റാമാണ് ഈ ഫോൺ വരുന്നത്. അതിനോട് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ എക്സ്റ്റൻഡ് റാം 4.4GB റാം എക്സ്റ്റൻഡ് ചെയ്ത് മൊത്തം 8GB റാം എഫക്റ്റീവ് റാമിൽ നമുക്ക് ഈ ഫോൺ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ 128GB ആണ് ഈ ഫോണിൻ്റെ സ്റ്റോറേജ് വരുന്നത്. പിന്നെ ഇതിൻ്റെ പ്രോസസ്സർ എന്ന് പറയുന്നത് Dimensity 6020 എന്ന് പറയുന്ന നല്ല ഒരു പവർഫുൾ ആയിട്ടുള്ള പ്രോസസ്സറാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിനകത്ത് നല്ല ഒരു വാല്യൂ ഫോർ മണി ആയിട്ടുള്ള നല്ല പെർഫോമൻസ് കിട്ടുന്ന നല്ല രീതിയിൽ ഗെയിം കളിക്കാൻ പറ്റിയ നല്ലൊരു പ്രോസസ്സറാണ്. നല്ലൊരു 5G റെഡി ആയിട്ടുള്ള ഒരു പ്രോസസ്സറാണ് Dimensity 6020. അപ്പോൾ പെർഫോമൻസിൻ്റെ ഭാഗത്തൊന്നും നിങ്ങളൊന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നല്ലൊരു പെർഫോമൻസ് ഉള്ള ഒരു ഫോൺ തന്നെയായിരിക്കും. അത് നമുക്ക് ഇവിടെ കാണാനുണ്ട്. സാധാരണ പോലുള്ള ഈ ഫോൺ യൂസ് ചെയ്യുമ്പോൾ നല്ല സ്മൂത്ത് ആയിട്ടെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്, നല്ല സ്പീഡിലും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. ഇനി അതുപോലെ ഇവിടെ സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ കാര്യങ്ങൾ, പിന്നെ ഈ വാറണ്ടി കാർഡൊക്കെ വരുന്നത്. അപ്പോൾ എന്തായാലും മൊത്തത്തിൽ നോക്കുമ്പോൾ നല്ല പെർഫോമൻസും നല്ല സ്റ്റോറേജും ഒക്കെയുള്ള നല്ലൊരു ഫോണാണ്. ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് റേഞ്ച് നിങ്ങൾ നോക്കണം കേട്ടോ. 12,000-13,000 പ്രൈസ് വരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു പ്രൈസ് റേഞ്ചിനകത്ത് നമുക്ക് ഇത്ര ഫീച്ചേഴ്സ് കിട്ടുന്നുണ്ട്. ഇനി അടുത്തായിട്ട് ബാറ്ററി കാര്യം പറയുമ്പോൾ ബാറ്ററി 5000 mAh ബാറ്ററി വരുന്നത്. 18 വാട്ടാണ് ഫാസ്റ്റ് ചാർജ് വരുന്നത്. 18 വാട്ട് ഒരു ഫാസ്റ്റ് ചാർജ് ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല. ഒരുവിധം എല്ലാ ഫോണിനകത്തും നോർമലി ഇപ്പോൾ 18 വാട്ട് വരുന്നുണ്ട്. പക്ഷേ എന്നാൽ കൂടി കുഴപ്പമില്ല. ഒരു 80% ഒക്കെ നമുക്ക് നല്ല സ്പീഡിൽ ചാർജ് വരും. പിന്നെ 5000 mAh ബാറ്ററി ഉണ്ട്. ബാറ്ററി ബാക്കപ്പിൻ്റെ കാര്യത്തിലൊന്നും വേറെ ഇഷ്യൂസ് ഒന്നും വരില്ല. പിന്നെ ഡിസ്പ്ലേ പറയാനുള്ളത് ഡിസ്പ്ലേ LCD ആണ്. അപ്പോൾ നിങ്ങൾ റഫ് യൂസ് ആണ്, അടിച്ചു പൊളിച്ച് ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിലും കുഴപ്പമില്ല. നിലത്തൂന്ന് പൊട്ടലും മാക്സിമം ഒരു 2000 താഴെ ചിലവ് വരുള്ളൂ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ലതാണ്. പിന്നെ ലാസ്റ്റായിട്ട് ക്യാമറ നോക്കാം. ക്യാമറ എന്ന് പറഞ്ഞാൽ 50 MP ഈ ഫോണിൻ്റെ മെയിൻ റിയർ ക്യാമറ. ഇത് ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് ക്യാമറയ്ക്ക് വേണ്ടി ഇറക്കുന്ന മോഡലൊന്നുമില്ല. അപ്പോൾ അതിൻ്റെതായ കുറവുകളുണ്ടായിരിക്കും. ഇപ്പോൾ ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ട് ലൈവായിട്ടൊരു ഫോട്ടോ എടുത്ത് കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ ജസ്റ്റ് സിമ്പിളായിട്ട് ലൈവായിട്ടൊരു ഫോട്ടോ എടുത്ത് നോക്കാം. അപ്പോൾ ഇതാണ് ഈ ഫോണിൻ്റെ മെയിൻ ക്യാമറ വെച്ചെടുക്കുന്ന ഒരു സാധാരണ ഫോട്ടോ. നല്ല ക്വാളിറ്റി ഉണ്ട്. നമ്മൾ നേരിട്ട് കാണുന്ന പോലെ തന്നെ അത്യാവശ്യം നല്ല ഡീറ്റെയിൽസും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. കൊള്ളാം.
പിന്നെ വിവോയുടെ ക്യാമറ അങ്ങനെ മോശമാക്കാറില്ല. അത്യാവശ്യം വെളിച്ചവും വെട്ടമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു ഔട്ട്പുട്ട് കിട്ടും. ബാക്ക് ക്യാമറയ്ക്കകത്ത് നമുക്ക് നൈറ്റ് മോഡ് വരുന്നുണ്ട്, പോർട്രേറ്റ് മോഡ് വരുന്നുണ്ട്, ഫോട്ടോ മോഡ് വരുന്നുണ്ട്, വീഡിയോ മോഡ് വരുന്നുണ്ട്. വീഡിയോ നമുക്ക് 1080യിൽ 60 FPS റെക്കോർഡ് ചെയ്യാം. അത് നല്ലൊരു കാര്യമാണ്. നല്ല സ്മൂത്ത് ആയിട്ട് വീഡിയോസ് റെക്കോർഡ് ചെയ്യാം. പിന്നെ വ്ളോഗ് മോഡ്, പിന്നെ മോഡ് സെറ്റിംഗ്സിനകത്ത് കുറച്ച് കാര്യങ്ങൾ 50 മെഗാപിക്സലിന്റെ ഹൈ റെസൊല്യൂഷൻ മോഡ്, സ്ലോ മോഷൻ മോഡ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കൊടുക്കുന്നത്. എന്തായാലും ബാക്ക് ക്യാമറ സാധാരണ പെട്ടെന്ന് ഒരു ഫോട്ടോ എടുക്കുമ്പോൾ നല്ല നന്നായിട്ടുണ്ട്. AI ക്യാമറയാണ് വരുന്നത്. ബ്യൂട്ടി മോഡും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ വരുന്നുണ്ട്. പോർട്രേറ്റ് മോഡ്, ഈ ബൊക്കെ മോഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബൊക്കയിൽ ഒരുപാട് പോർട്രേറ്റ് സ്റ്റൈലുകളും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. എന്തായാലും ബാക്ക് ക്യാമറ ഒരു ആവറേജ് പെർഫോമൻസ് എന്തായാലും കിട്ടും. പിന്നെ ഈ പ്രൈസ് റേഞ്ചിനകത്ത് നോക്കുമ്പോൾ കുഴപ്പമില്ലെന്ന് പറയാം. ഇനി സെൽഫി ക്യാമറ 8 MP ഉള്ളൂ, 16 MP ഒന്നുമില്ല. എന്നാലും 8 മതി. കാരണം ഈ ഒരു പ്രൈസ് പോയിന്റും എല്ലാം വെച്ച് നോക്കുമ്പോൾ 8 MP എന്നുള്ളത് അത്യാവശ്യം സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഒരു കുഴപ്പമില്ലെന്ന് പറയാം. ഇനി നോക്കാം, ജസ്റ്റ് സെൽഫി എടുത്ത് കാണിച്ചു തരാം. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ ലൈവായിട്ട് ഇപ്പോൾ എടുത്തൊരു ഫോട്ടോ ആണ്. ഇതിന്റെ നോർമൽ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട്, സെൽഫി ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് എടുത്ത ഫോട്ടോ. നല്ല വെളിച്ചം കേട്ടോ. നമ്മളിപ്പോൾ റൂമിനകത്ത് ആണ് എടുത്തത്. ജസ്റ്റ് ട്യൂബ് ലൈറ്റിന്റെ വെളിച്ചത്തിൽ നല്ലൊരു ക്വാളിറ്റി കിട്ടുന്നുണ്ട്. ഇത് നോർമൽ ക്യാമറയാണ്, മറ്റേ പോർട്രേറ്റ് മോഡല്ല. ഇനി പോർട്രേറ്റ് മോഡിനകത്ത് എടുത്തതാണെങ്കിൽ ഇങ്ങനെ വരും. ബാക്ക്ഗ്രൗണ്ടൊക്കെ നല്ല രീതിയിൽ ബ്ലറായിട്ട് കൊള്ളാം. എന്തായാലും അത്യാവശ്യം ഡീറ്റെയിൽസ് ഒക്കെ കിട്ടുന്നുണ്ട്. 8 MP ആണെങ്കിൽ കൂടി കൊള്ളാം. പിന്നെ വിവോയുടെ ഫോണല്ല, അതിൻ്റെതായ ഒരു ഒപ്റ്റിമൈസേഷനും കാര്യങ്ങളും ക്യാമറയുടെ ഭാഗത്തൊക്കെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരിക്കും. എന്തായാലും ക്യാമറ ഒരു ആവറേജ് ക്യാമറ കിട്ടുന്നുണ്ടെന്ന് പറയാം. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് കൺസിഡർ ചെയ്യുമ്പോൾ ഇത് അത്യാവശ്യം നല്ല ട്രൂ വാല്യൂ ഫോർ മണി പ്രോഡക്റ്റ് തോന്നുന്നുണ്ട്. പിന്നെ ഈ ഒരു 12,000 13,000 രൂപയ്ക്ക് വേറെ നല്ല ഫോണൊന്നും കിട്ടില്ല. അപ്പോൾ എനിക്ക് എടുത്തു പറയാനുള്ളത് എന്താ പറയുക, നിങ്ങൾ 4G ഫോൺസ് പരമാവധി എടുക്കാണ്ടിരിക്കുക. 15,000 രൂപയ്ക്ക് മുകളിലേക്ക് 4G നോക്കേ വേണ്ട, 5G മാത്രം എടുത്താൽ മതി. ഒരു 10,000 രൂപയ്ക്ക് ബഡ്ജറ്റ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഒരു 2,000 3,000 കൊണ്ട് കൂട്ടിയിട്ട് ഈ പറയുന്ന 5G ഫോൺ എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം 5G എത്തി, നമ്മുടെ ചുറ്റുപാട് എല്ലാവർക്കും 5G എത്തി. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഈ ഫോണിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വരുന്നവരെ താങ്ക്സ് ലോട്ട്.